ആ പോലീസ് ജീപ്പിൽ നമുക്ക് കുട്ടികളെ അടക്കം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അവിടെ സംസാരിച്ച പഞ്ചായത്തിന്റെ അധികൃതരൊക്കെ അവിടെ വന്നിരുന്നു. അതിൽ സ്ത്രീ ഉണ്ടായിരുന്നു, അവരെയും ആ പോലീസ് ജീപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെയും ആ പോലീസ് ജീപ്പിനകത്ത് നമ്മൾ കണ്ടു. എന്താണ് സംഭവിച്ചെന്നറിയില്ല. പോലീസ് എന്തായാലും ഈ പോലീസ് ജീപ്പിലുള്ള ഒരു കുട്ടി വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. വലിയ രോഷപ്രകടനം ആളുകളുടെ ജനങ്ങളാണ് ഞങ്ങൾ ഇന്ന് തടഞ്ഞു. 8 മാസം മണ്ണികൾ വിട്ടുകൊടുത്തു, ഞങ്ങൾ തടഞ്ഞിട്ടില്ല. ഞങ്ങളെ പറ്റിച്ച് തടഞ്ഞു. ഇന്നലെ മണ്ണികൾ വിട്ടു, തടഞ്ഞു. പക്ഷെ അക്രമത്തിൽ ഞങ്ങൾ പോയില്ല. ഉറപ്പാണ് പറയാ, ഞങ്ങൾ വിടില്ല. ഇല്ല ഇല്ല പാടില്ല, വിടില്ല, ഉറപ്പാണ്. റോഡ് തന്നെ കിടന്നോളി, റോഡ് തന്നെ കിടന്നോളി. കോഴിക്കാവ് കുന്ന് ഇടിക്കുന്നതിനെതിരെ 1 മാസം അവിടെ വലിയ ജനകീയ പ്രതിരോധവും സമരവും നടന്നതാണ്. അന്ന് മലയ്ക്ക് സംരക്ഷണ ചങ്ങല തീർത്തുകൊണ്ട് ജനകീയ കൂട്ടായ്മ സമരം നടത്തിയിരുന്നു, പ്രതിജ്ഞയൊക്കെ എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധമുണ്ടാവുകയും അവിടെ കാര്യങ്ങൾ സംഘർഷഭരിതമായി മാറുകയും ചെയ്ത് പോലീസിന്റെ നടപടിയും ഉണ്ടായിരിക്കുന്നു. ഇല്ല, ഞങ്ങൾ സമാധാനപരമായി ജാഥ വിളിച്ചിരുന്നു. ഒന്നും നടന്നിട്ടില്ല, ഒന്നും നടന്നില്ല. പോലീസ് ഇങ്ങനെ വലിച്ചു ഒരു ഓർഡർ നടപ്പാക്കേണ്ട സാഹചര്യം എന്താണ് ഇവിടെ? ഞങ്ങള് ഒരു തടയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങള് പ്രതിഷേധ ജാഥ നടത്തുക മാത്രമേ ചെയ്തു. റോഡിലൂടെ പ്രതിഷേധ ജാഥ നടത്തുക മാത്രമേ ഞങ്ങൾ ചെയ്ത്. ഒരക്രമം ചെയ്തില്ല. പക്ഷേ പിടിച്ചു വലിച്ച് കുറേ ദൂരം റോഡിലൂടെ വലിച്ചു വരെ കുറെ ദൂരം വലിച്ചു വെച്ചു. ജിയോളജിന്റെ റിപ്പോർട്ട് കളക്ടർ കൊടുത്തെന്ന് പറയുന്നുണ്ട്. മറ്റേ വേറെ കളക്ടറെ ഒരു ഓർഡറും വരത്തില്ല. എടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഓർഡർ വരെ കയ്യിലില്ല. ആ ഓർഡർ ചോദിച്ചിട്ട് തരുന്നില്ല. അടിച്ചോ? പോലീസ് അടിച്ചോ? ചവിട്ടി. ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇദ്ദേഹത്തിന് പോലീസ് ചവിട്ടി. ഈ വാർഡിന്റെ മെമ്പറാണ് ഇദ്ദേഹം. പോലീസ് അതിദാരുണമായിട്ടുള്ള എന്താ ചെയ്തത്? എന്താ പറയാ, ഗുണ്ടായിസക്കാർക്കൊപ്പം നിൽക്കുന്ന പോലീസാണ്. ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചാൽ പോലീസ് മറുപടി പറയണം. കാരണം ജനങ്ങളുടെ കൂടെയാണ് ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഇത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. പ്രതികരിക്കും, ഞങ്ങള് പ്രതികരിക്കും. വാഹനങ്ങൾ വീണ്ടും നാട്ടുകാർ തടയുകയാണ്. ഒരു ലോറി മണ്ണ് നിറച്ചു വന്നത് നാട്ടുകാർ തടഞ്ഞ് അവരെ മാറ്റുന്നതിന് വേണ്ടിയാണ് പോലീസ് ഈ വിധത്തിലുള്ള പ്രവൃത്തി നടത്തിയതെന്നാണ്. ഇപ്പോൾ മണ്ണ് ഇറക്കിയതിനു ശേഷം സ്ഥലത്തേക്ക് വീണ്ടും ലോഡ് നിറയ്ക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു ലോറിയാണ്, അത് നാട്ടുകാർ തടയുകയാണ്. രതീഷ്, പോലീസ് അവർ പറയുന്നത് മണ്ണ് ഇവിടെ നിന്ന് എടുക്കുന്നതിന്, ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതിന് അനുമതി ഉള്ളതാണ്. അപ്പോൾ അത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ്. ഇതിൽ തന്നെയും ഈ വിധത്തിലാണോ നാട്ടുകാർ ചെയ്യുന്നൊരു സമരത്തെ? രാഹുൽ, എന്ത് ഓർഡർ ഉണ്ടെങ്കിലും അവിടെ പ്രതിഷേധിക്കുന്നത് ആരൊക്കെയാണ്? അവിടുത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ, നേരത്തെ ആ സമരം ഉദ്ഘാടനം ചെയ്ത അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരുമുണ്ട്, അവിടുത്തെ നാട്ടുകാരുണ്ട്. അവർ തടയുമ്പോൾ ആ വിഷയം എന്ത് ഓർഡർ ഉണ്ടെങ്കിലും അതൊക്കെ ജില്ലാതലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുകയല്ലേ വേണ്ടത്. ദേശീയപാത മണ്ണെടുപ്പ് എന്നത് വളരെ പ്രധാനമാണ്, ദേശീയപാത വികസനവും അനിവാര്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഇങ്ങനെ അക്രമമാണ്. മണ്ണ് കയറ്റിയ ലോറി വീണ്ടും പുറപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ വീണ്ടും ഒരു പക്ഷേ ലോറി, രാഹുൽ, ലോറി അവിടെ നിന്ന് പോവാണോ? അതിൽ മണ്ണുണ്ടോ? മണ്ണ് എടുത്തിട്ട് പോവാണോ? അല്ലല്ല, ഇത് നേരത്തെ ഇവിടുന്ന് മണ്ണുമായി പോയ ലോറിയാണ്. മണ്ണ് നിറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും സ്ഥലത്തേക്ക് വരുന്ന ലോറിയാണ് നാട്ടുകാർ തടഞ്ഞിട്ടുള്ളത്. നേരത്തെ മണ്ണ് നിറച്ച് പോകുകയായിരുന്ന ലോറിക്ക് മുൻപിലാണ് നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ടത്. അവരെ പോലീസ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ക്രൂരമായ നടപടിയോടുകൂടി അവരെ മാറ്റി മണ്ണ് നിറച്ച ലോറി ഏതായാലും അവിടെ നിന്ന് സ്ഥലത്തുനിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്.